ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീം ഫേസ് വാഷ് എങ്ങനെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓർഗാനിക്കായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നീം ഫേസ് വാഷ്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് നീമിൻ്റെ പൗഡറാണ് കേട്ടോ. നീമിൻ്റെ പൗഡർ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പൗഡർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ 1.5 സ്പൂണ് നമ്മൾ ഒരു മെഷറിംഗ് കപ്പിലോട്ട് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്നെ പ്രോൺ സ്കിന്നിന്, പിമ്പിൾസ് ഉള്ളവർക്ക്, ഓയിലി ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി 100 മില്ലി DM വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ മിനറൽ വാട്ടറോ ടാപ്പ് വാട്ടറോ യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫിനെ ബാധിക്കും. അത് നമ്മൾ അറിയില്ല. ടാപ്പ് വാട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഫംഗസോ ബാധകളൊക്കെ വരും, ഉറപ്പായിട്ടും അത് വരും. നമ്മൾ കാണില്ല, അറിയില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ DM വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 25 മില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിൽ കട്ടകളൊന്നും വരാണ്ടിരിക്കാനാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ അത് നല്ല ജ്യൂസ് പോലെ കിട്ടും കേട്ടോ. പിന്നെ ഫേസ് വാഷ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആകെ ഫ്ലോപ്പായി പോവും. അപ്പോൾ SLS പാരബൻ കണ്ടൻറ്റ് അടങ്ങാത്തതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫേസിന് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളത് മാത്രം നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഫേസ് വാഷ് ബേസ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 25 മില്ലിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത്, ഇത് നമുക്കൊരു ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ആദ്യം നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മളത് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് വെച്ചിട്ട് അതിൽ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിലാണ് ഞാൻ ഈ നീമിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരിക്കലും നമുക്ക് ഈ മിശ്രിതം തിളക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ഫുള്ള് നമുക്ക് ആ വെള്ളത്തിലോട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ വെച്ച വെള്ളം തിളക്കും, പക്ഷെ നമ്മുടെ ഈ നീമിൻ്റെ മിശ്രിതം തിളക്കണമെന്നില്ല. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മിശ്രിതം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കിട്ടണം. ഡയറക്റ്റ് ആയിട്ട് ബോയിൽ ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഡബിൾ ബോയിലിംഗ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് ആ വെള്ളത്തിലോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ആ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നീമിൻ്റെ വെള്ളം തിളക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഞാനൊരു അരമണിക്കൂറൊക്കെ ഇതിങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഈ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇതിങ്ങനെ തന്നെ വെച്ചു. ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല, ഈ ചൂടിൽ തന്നെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓപ്പണാക്കി ഇടുമ്പോൾ അതിൽ വലിയ പ്രാണികളൊക്കെ വരുമോ എന്ന് കരുതിയിട്ട് ഞാനൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാനത് തുറന്ന് നോക്കുന്നത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയതിന് ശേഷം കേട്ടോ. നല്ലോണം തണുത്ത് ആറിയതിന് ശേഷമാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മളിത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാതെ നമുക്കിത് ചെയ്യാം, പക്ഷെ നമ്മൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ എത്ര ഓർഗാനിക്കായിട്ട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു അട്രാക്ഷൻ, അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ സോപ്പ് ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആ കാണുമ്പോഴുള്ള ഭംഗിയാണ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇത് ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ സത്തൊക്കെ നമ്മൾ ആ നീരിൽ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നീരിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കളറിൽ ഈ വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ പച്ച ഇലകൾ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഉണക്കി പൊടിച്ച് പൗഡേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അത് ഷെയ്ഡിൽ മാത്രം ഉണക്കി എടുക്കുക. ഡയറക്റ്റ് എന്താ പറയുക, വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി എടുക്കരുത്. അപ്പോൾ എനിക്ക് ഒരു ഫേസ് വാഷിന് ഓർഡർ ഉണ്ടായിരുന്നു. നമ്മൾ ഹെർബൽ ഫേസ് വാഷാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസെല്ലിങ്ങിനൊക്കെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ച ബോട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ വെയിറ്റൊക്കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് എടുക്കാം കേട്ടോ. ഇത് പ്രീമിയം ക്വാളിറ്റി SLS പാരബൻ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദയവായി നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത്, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. പിന്നെ അതേപോലെ വീട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ എന്നോട് തലേന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടായി.
ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഞാനൊരു 165 ഗ്രാം SLS പാരബൻ ഫ്രീ ഫേസ് വാഷ്, നമ്മൾ പ്രീമിയം ഫേസ് വാഷിൻ്റെ ബേസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫുൾ ജ്യൂസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വെറും 165 ഗ്രാമാണ് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തത് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മൾ ആ വെള്ളം ഞാൻ ഒന്നും കൂടി അരിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബേസ് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ കട്ടിയായിട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ജസ്റ്റ് അത് കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. അതുണ്ടോ, കുറുകി വന്നു. ജസ്റ്റ് എനിക്കൊരു ഇളക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നീട്ടണം. അതിന് പകരം ഞാൻ ആ നീമിൻ്റെ വെള്ളം നമ്മളിത് ബാക്കി ഉണ്ടാവുമല്ലോ, അതുതന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റിൽ മീഷോയിലൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല കുറവിൽ കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് സ്കിന്നിന് ഇറിറ്റേഷൻ വരും. SLS അടങ്ങിയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം അത് ഈ മീഷോൻ്റെ ഇവർ തന്നെ പർച്ചേസ് ചെയ്യുന്നത് 80 രൂപക്കോ 100 രൂപക്കൊക്കെ അറിയാം. അതാവും നമുക്ക് അവർ 200 ആ റേറ്റിനൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ്സ് നോക്കി ഉണ്ടാക്കിയാൽ നിങ്ങളെ പ്രൊഡക്റ്റിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ അതുമല്ല, നമ്മളടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നം വരരുതല്ലോ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ സെയിൽസിനൊക്കെ ബാധിക്കും. നല്ല പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും ആൾക്കാർ വാങ്ങിക്കോളും. ഓവർ റേറ്റ് അല്ല, ഒരു മിനിമം റേറ്റ് ആണെങ്കിൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്കുന്നതിനനുസരിച്ച് അത് കുറുക്കി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുറുകി ഇനി നമുക്ക് ഇതിലേക്ക് DM വാട്ടർ ഒഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കും എന്തെങ്കിലും ഒരു കമൻറ്റും ചേർക്കണം. ഇവിടെ നമുക്കൊരു മോട്ടിവേഷനാണത്, നമുക്ക് വീഡിയോസ് ചെയ്യാനും ഒക്കത്തിനും ഒരു സന്തോഷമാണ്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ പുതിയ വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. എനിക്കറിയുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ അത് ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാൻ DM വാട്ടറാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ടാപ്പ് വെള്ളമോ ഇനി മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോട്ടിൽ കിട്ടുന്ന വെള്ളം ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. DM വാട്ടർ തന്നെ വേണം. അതായത് ഇതിൽ നമ്മളെ എന്താ പറയുക, ഒരു മിനറൽസും ഇല്ലാത്ത വാട്ടറാണിത്. കാരണം അതാണ് ഇതിന് കേട് വരാതെ ഇരിക്കുന്നത്. ഒരു മിനറൽസും ഇല്ലാത്ത വാട്ടർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഒരു അരിപ്പയിൽ വെച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കണ്ടൻറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതാട്ടോ പറയാത്തത്. അപ്പോൾ ഇതാ ഞാൻ എങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു ഫേസ് വാഷിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത്. അത്രക്കായി എന്ന് തോന്നുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് പറ്റ ലൂസായി പോവും. കുറച്ചൊരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പം ഞാനിത് നല്ലോണം ഇതാവുന്നുണ്ട് കേട്ടോ, ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ടീ ട്രീ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഒരു 10 തുള്ളി ഞാൻ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ 167 ഗ്രാമല്ലേ നമ്മൾ ബേസ് എടുത്തത്, അതിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ നമ്മളെ മുഖത്തിന് നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. രാത്രിയൊക്കെ ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ പുരട്ടിക്കെടുക്കുന്നാൽ സ്കിന്ന് ബ്രൈറ്റ് ആവും എന്നൊക്കെ നമുക്കറിയുന്നതാണ്.
അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്കിതിൽ കിട്ടുക. അപ്പോൾ അതായത് മുഖം തിളങ്ങാനും ബ്രൈറ്റ് ആവാനും നമ്മളെ പോസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഒന്നും കൂടെ സ്കിന്നിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ ആണ്. സ്കിൻ മോയ്സ്ചറൈസ് ആയി നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇൻ്റെ കോൺസെൻട്രേറ്റ് ആണ്. അത് ഞാനൊരു 3-4 തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. വിറ്റാമിൻ ഇൻ്റെ കോൺസെൻട്രേറ്റ് ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്. അത് നമ്മളടുത്ത് അവൈലബിൾ അല്ല, കാരണം അത് നല്ല റേറ്റഡ് ആണ്. അപ്പോൾ എനിക്കത് സ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റേറ്റ് വരും, അതാട്ടോ. അപ്പോൾ നിങ്ങൾ ടാബ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 8-10 യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 4-5-6 തുള്ളി ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീനിൻ്റെ കളറാണ്. അതായത് ഇത് നമ്മൾ അത്രയ്ക്കൊരു കളറില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അട്രാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു കളർ വേണ്ടേ. നീം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലെന്താ, പച്ച, ആ ഗ്രീൻ കളറാവും. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോൾ ഇതെന്താണ് അങ്ങനെ ഒരു ചിന്ത വരും. നമ്മളൊരു കാണാൻ അട്രാക്ഷൻ വേണമെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കളർ ചേർക്കണം. കോസ്മെറ്റിക് ഗ്രേഡ് കളറാട്ടോ. എന്തെങ്കിലും കളറൊന്നും കൊണ്ടുപോയി ഫേസ് വാഷിലൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ കളറും എല്ലായിടത്തും എത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യാം. അവിടെയും ഇവിടെയും കട്ട കെട്ടി നിൽക്കുന്ന ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ആട്ടോ, ഒരുപാട് ഡാർക്ക് അല്ല. പിന്നെ നമ്മൾ ഗ്രീൻ നീമിൻ്റെ പൗഡറിൻ്റെ ഗ്രീനും ഈ ഗ്രീനും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഗ്രീൻ കളറായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. നല്ലൊരു കളറായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് വാഷിൻ്റെ മേക്കിംഗ് ഇവിടെ തീർന്നു. ഇനി നമുക്കിത് ഞാനിത് ബോട്ടിലാക്കില്ല, സോറി ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഞാനൊരു 15 ml ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും ചേർക്കണില്ല, നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഞാൻ അലോവേറൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർത്തത്. നീം തുളസിൻ്റെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ അലോവേറൻ്റെ ഒരു നല്ല സ്മെല്ലായിട്ടേക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്തു. നീമിൻ്റെ ഒക്കെ ആകുമ്പോൾ അത്ര എനിക്കൊരു ഇത് തോന്നിയില്ല. ഷാമ്പൂലൊക്കെ നീം തുളസി നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാനിതിനി ഇങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് നാളെ ഞാൻ ബോട്ടിലാക്കും. അങ്ങനെയായിട്ടാണ് ചെയ്യുക. ഇന്ന് ഞാൻ ബോട്ടിലാക്കില്ല, അപ്പോൾ നാളേക്ക് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇന്ന് തന്നെ ചെയ്താൽ ഇതിൽ ആ ബബിൾസും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വൈകുന്നേരം പറ്റൂല, പിറ്റേന്ന് തന്നെ ചെയ്യണം. ഓക്കെ, പിറ്റേന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കളർ വന്നത്. ഞാനിങ്ങനെ ബോട്ടിലാക്കണമൊന്നും എടുത്തിട്ടില്ല, ബോട്ടിലാക്കി വെച്ചു. ഒരു എത്ര ബോട്ടിലാണ്, 3 ബോട്ടിലും ഒരു ഹാഫ് ബോട്ടിലും കിട്ടി. പിന്നെ ഞാനപ്പോൾ അത് മെഷർ ചെയ്യാൻ മറന്നു. പിന്നെ എനിക്കപ്പോൾ ഓർഡർ ഉണ്ടായിരുന്നു ഒരു 25 ml സാമ്പിൾ ബോട്ടിലായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. ഷോർട്ട് കിട്ടിയിരുന്നു, ഞാൻ കണ്ടിരുന്നോ അറിയില്ല. സാമ്പിൾ ബോട്ടിലായിട്ട് നമ്മൾ 3 ഷാമ്പൂ ഫേസ് വാഷിൻ്റെ കിറ്റായിട്ട് കൊടുത്തിരുന്നു. 3 ഒരു 30 ml ആ റേറ്റിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിനുള്ളത് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് 125 ഉണ്ട്, അങ്ങനെ എല്ലാതും 125 ആ റേറ്റ് തന്നെ, 120 അങ്ങനത്തെ റേറ്റിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 ഗ്രാം നമ്മൾ ബോട്ടിലിൻ്റെ വെയിറ്റ് കുറച്ചാലും ഒരു 350 ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും സാധനം കേട്ടോ. 360 ആ റേറ്റിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റ് ഫേസ് വാഷ്. കാരണം നമ്മൾ 167 ഗ്രാമാണ് ഫേസ് വാഷ് ബേസ് ആകെ എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് നമുക്ക് ഇത്ര കിട്ടിയത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.